ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഐക്കയുടെ പാർട്ട് 2ൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നല്ല നല്ല കമൻറ്റ്സ് പറഞ്ഞായിരുന്നു. ഒരുപാട് പേർക്ക് ഐക്കയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണെന്നും അവിടുത്തെ ചെറിയ പർച്ചേസ് ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണെന്നും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ഇട്ടതിന് ശേഷം എല്ലാവരും പറയുണ്ടായി വേഗം തന്നെ പാർട്ട് 2 വീഡിയോയും അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി വൈകാതെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കണ്ടുവന്നതെല്ലാം ബെഡ്റൂമും കിച്ചൺ സെറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കിഡ്സിൻ്റെ ഏരിയയിലോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാശ് ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ബെഡ് സ്പേസും കാര്യങ്ങളും പിന്നെ അവരുടെ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ വരാനും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഇവിടെ നിന്നുള്ള ചെറിയ പർച്ചേസുകളൊക്കെ ചെയ്യാനും ഒക്കെ എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വളരെ ഭംഗിയുള്ള സാധനങ്ങളാണ് എല്ലാം. ഇപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ബൗളുകളാണ് കേട്ടോ. ഞാൻ കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൗളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം, ഐക്യനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ എല്ലാം ഒതുങ്ങുന്നത് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ. ഒത്തിരി ഐക്യ ഇഷ്ടപ്പെടാത്തവരായിട്ട് ചുരുക്കത്തിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നടക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഐക്യനകത്ത് വന്നിട്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഒത്തിരി പേർക്ക് എനിക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് ഐക്യയിലുള്ള പ്രൊഡക്ട്സ് ഇഷ്ടമാണ്, ഐക്യയിൽ വരാൻ ഇഷ്ടമാണ്, ഐക്യ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്.
ഇത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിനകത്തുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനായിട്ടുള്ള, അതായത് ഓരോ റൂമിനും വേണ്ട സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓരോ ഐറ്റംസാണ് കേട്ടോ. ഈവൻ നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൂടുതലാണ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. ഔട്ട്ഡോർ പ്ലാന്റ്സ് കുറച്ചേ ഉള്ളൂ. പിന്നെ അതുപോലെ ഫ്ലവർ വേസ്, ഫ്ലവർ പോട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നല്ല ഭംഗിയിലുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. മാത്രമല്ല ഫ്ലവേഴ്സ് ഉണ്ടോ. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു പ്ലേസാണ് ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് ഒരു വീടിന് ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ മുതൽ വലിയ വലിയ സാധനങ്ങൾ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നല്ലേ കാണാനാണെങ്കിലും. ആ കാണാനുള്ള കാഴ്ചകൾ നമ്മുടെ കണ്ണിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഐക്യനകത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ബില്ലിംഗ് സെക്ഷനിലോട്ടാണ് കേട്ടോ. ബില്ലിംഗ് സെക്ഷനിലോട്ട് പോകുന്ന സൈഡിലൊക്കെ സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ അകത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്ത സാധനങ്ങളുണ്ടെങ്കിൽ അതിവിടെ നമുക്കിവിടെ വന്നിട്ട് കളക്ട് ചെയ്യാം. പുതിയ അതായത് ബോക്സ് അൺബോക്സ് ചെയ്യാത്ത സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. പിന്നെ കുറച്ച് വലിയ വലിയ സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക, വലിയ മിററുകളും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനാബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.